കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. പല പല വിഷയങ്ങൾ കൊണ്ട് കർത്താവെ ജീവിതം ഭാരപ്പെട്ടിരിക്കുന്നവരെ ദൈവം എങ്ങനെയെങ്കിലും അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഒരടി മുന്നോട്ട് പോകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് വേദനിച്ച കണ്ട തിരുസന്നിധിയിൽ ദൈന്യതയോടെ ദാസൻ യജമാൻ്റെ കണ്ണുകൾക്കെന്ന പോലെ ദാസി സ്വാമിനിയുടെ കണ്ണുകൾക്കെന്ന പോലെ നോക്കുന്ന പോലെ ആദ്യമായ നോട്ടത്തിൽ കർത്താവെ അങ്ങ് അവരെ സാന്ത്വനപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ ചെറിയ കടകളൊക്കെ നടത്തുന്നവർ ഈശോയെ വല്ലാതെ വലയുന്നുണ്ട് ഈശോയെ. അവർക്ക് ഒന്നും അതിനകത്ത് കിട്ടണില്ല, പക്ഷേ കടങ്ങളാണ് വരണത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞ് വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പടി എടുത്തവരുണ്ട് മകനെ മാതാവ് നമ്മൾ സന്ദർശിക്കുമെന്നാണ്. ആ ഒരു ഒറ്റ ആശ്രമേ ഉള്ള അമ്മേ. അതെല്ലാ മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷ മാതാവ്, സഞ്ചാരി മാതാവ് ആ മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് കത്തോലിക്കിന് പ്രത്യേകിച്ച് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെന്തക്കോസ്റ്റൽസും അങ്ങനെ തന്നെയാണ്. ആധ്യാത്മിക ജീവിതം എന്ന് പ്രാർത്ഥനാ ജീവിതമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പറയാം, നമ്മുടെ ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അതാ. ഇപ്പം ആലപ്പുഴ ഞങ്ങളുടെ ഈ സൈഡിലെല്ലാം സന്യാസ സഭകളാണ്, മിഷണറിമാരല്ല ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈശോ സഭക്കാരുടെ ട്രെയിനിങ് ഭയങ്കര രസമായിരുന്നു. ആ ട്രെയിനിങ് പിന്നെ കിട്ടിയില്ല. ഡച്ചുകാർ വന്നപ്പോൾ ആ ട്രെയിനിങ് പോയി. അത് വേറൊരു ട്രെയിനിങ് ആയിരുന്നു. പിന്നീട് വന്നവർക്ക് കൂടുതൽ ഭക്തിക്കായും ആയിരിക്കും പ്രാധാന്യം വന്നത്. അതുപോലെ ഇപ്പം ഈ മേഖലയിലുള്ളവരെല്ലാം വളരെ ഭക്തിക്കാരാണ്. പക്ഷെ ജീവിതത്തിലെ നിലപാടുകൾ വരുമ്പോൾ ഭക്തി വേറെ, നിലപാട് വേറെയായിട്ട് മാറും. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ അഭിമുഖീകരിച്ച് വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പം യാക്കോബിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ എന്ത് തേനും കട്ടയാണെന്ന് പറഞ്ഞാലും അസസ്മെൻ്റ് വരുമ്പോൾ യാക്കോബാണെന്ന് കർത്താവ് നോക്കത്തില്ല. നീതി ദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന പോലുള്ള പരിപാടിയാണ്. കാപട്യമുള്ളവനെ കാപട്യമുള്ളവൻ തന്നെ പറയും. ബ്രാൻഡഡാണ് ആ സാധനം. അപ്പോൾ ദൈവതിരുസന്നിധിയിൽ ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും സ്റ്റാറ്റസ് ലോയിങ് എപ്പോഴും നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്ത് വരണം. ഇപ്പോൾ ഈശോയ്ക്ക് ജ്ഞാനസ്ഥാനത്തിൽ പിതാവ് സ്റ്റാറ്റസ് കൊടുത്തില്ലേ, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. അപ്പോൾ ഈ സ്റ്റാറ്റസ് ഡാമേജ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് പിന്നീട് നടക്കണതെല്ലാം. മരുഭൂമി അപ്പം എടുത്തിട്ട് നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകളോട് അപ്പമാകാൻ പറയും. ദേവാലയത്തിന് മോടിക്കൂടെ നിർത്തിയിട്ട് പറയും നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടാൻ പറയും. അപ്പോഴേ ഇവിടെ എല്ലാം വരുന്നൊരു വിഷയം, ഒന്നെങ്കിൽ ദൈവപുത്രനാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് സാത്താൻ ഒരു പ്രലോഭനത്തിലൂടെ ഈശോയ്ക്ക് തെളിവ് കൊടുത്തിട്ട് തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പോഴെന്ത് പറ്റും, അത് ഓട്ടോമാറ്റിക്കൽ ലോകാരൂപിലേക്ക് പോകും. അത് ലോകാരൂപിലേക്ക് പോകും. ഇപ്പം എങ്ങനെ അതുപോലെ തന്നെ സ്വന്തം വിശപ്പ് മാറ്റാൻ വേണ്ടി കല്ലപ്പമാക്കിയാലും സ്വന്തം കാര്യം നേടാൻ വേണ്ടി ദൈവികത അതൊരു ദുർച്ചലവിൻ്റെ കൂട്ടത്തിൽ പോകും. ഈശോയെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ടോർപ്പുട ചെയ്യുന്നത് മുഴുവനും, ലക്ഷ്യം വെക്കുന്നതും ഫോക്കസ് ചെയ്യുന്നത് മുഴുവനും ഈശോയുടെ സ്റ്റാറ്റസിനെയാണ് ചെയ്യുന്നത്. ഈ സ്റ്റാറ്റസിനെ ഡാമേജ് ആക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പ്രലോഭനങ്ങളെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമ്മളുടെ ദൈവികമായ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളിലുള്ള ലോകത്തിൻ്റെ സ്റ്റാറ്റസ്, ലോകം നൽകുന്ന സ്റ്റാറ്റസ് ക്രമേണ സബ്സൈഡ് ചെയ്യുന്നിടത്ത് വെച്ചാണ്
ഒരു പ്രായോഗികമായ ഒരു സുവിശേഷ വിഹിതമായ ആധ്യാത്മികത രൂപപ്പെട്ടു വരുന്നത്.